get ready with me for visual shopping. ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബാഗി പാൻറ്റുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കി മേക്കപ്പ് എന്തൊക്കെയാണ് കാണാം. അപ്പോൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഞാനുണ്ടെങ്കിൽ മുഖം മൊത്തം വൈകിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ വരും. തീരാറായി. അടുത്ത ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഫേസിലിടുന്ന സമയത്ത് തന്നെ എപ്പോഴും കഴുത്തിലിടണം, അല്ലെങ്കിൽ കഴുത്ത് വേറൊരു കളറും ഫേസ് വേറൊരു കളറും. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ കംപ്ലീറ്റ്ലി ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അപ്പോൾ അത് നമുക്ക് പറ്റിയിരിക്കാം. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്തിട്ട് കാണാവേ. ആ ഒരു ഹെയർ ടൈപ്പ് സെറ്റ് ആവുന്നില്ല. നമുക്ക് നമ്മളത്തേകൊണ്ട് ഒരു ക്ലിപ്പ്. ഇനി അടുത്തത് ബയോട്ടിക്കിൻ്റെ സൺസ്ക്രീനാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സൺസ്ക്രീൻ ഇടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫേസ് ഫുൾ കവർ ചെയ്തിടണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് പല കളറിലായി മാറിപ്പോകും. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പോലും അറിഞ്ഞുകൂടായിരിക്കും നീ ആരാ എന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്തു കവർ ചെയ്യാൻ മറക്കുക ചെയ്യും. അപ്പോൾ ഇതും ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം. ഇനി അടുത്തത് ഈ ലോട്ടസിൻ്റെ വൈറ്റനിങ് ക്രീമാണ്. ഇത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വൈറ്റൊന്നും ആവുന്നില്ല, എന്നാൽ ഡാർക്ക് ആവുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ് ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് നല്ല സുഖമാണ് സ്കിന്നിലേക്ക് ഇടാൻ. പിന്നെ എൻ്റെ പിമ്പിൾസ് പോകുന്ന ഒരു ലക്ഷണം ഞാൻ കാണുന്നില്ല. കുറയ്ക്കാൻ നോക്കുമ്പോൾ കൂടും, കൂട്ടാൻ നോക്കുമ്പോൾ താഴെ കുറയും. അപ്പോൾ പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാതെ കിട്ടും. അതുകൊണ്ട് ഇത് നമുക്ക് നല്ല വൃത്തിക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഫേസ് സ്കാനറുടെ കോമ്പാക്ട് കവറാണ്, സ്ക്രീൻ കവറാണ്. അപ്പോൾ നമുക്കതൊന്ന് വെച്ച് കവർ ചെയ്യാം. ജസ്റ്റ് ഈ പിമ്പിൾസിൻ്റെ ഇവിടെ മാത്രമാണ് ഞാൻ കവർ ചെയ്യാറുള്ളൂ അധികം. കാരണം പിമ്പിൾസ് കവർ ചെയ്താൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷെ അത് കവറൊന്നും ആവാറില്ല. എന്നാലും ഇച്ചിരി എല്ലായിടത്തും അങ്ങനെ ചുമ്മാ ഇട്ടേക്കാം. ഇത് ഞാൻ അധികം കഴുത്തിലോട്ടൊന്നും കൊണ്ടുപോകാറില്ല. കാരണം കഴുത്തിൽ അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അടുത്താണ് ലാക്മേയുടെ 925. ഇത് പൗഡർ ഫൗണ്ടേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടെക്സ്ചറാണ് അതിൻ്റെ. ഇട്ട് ഇതായിട്ട് പോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് തീരാറായി. ഞാൻ എത്ര കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്തിട്ടും എന്താകുന്നറിയോ, പുറത്തിറങ്ങിയതും നല്ല വേർപ്പെടുക്കും. താനേ മേക്കപ്പൊക്കെ പോകും. കാരണം എൻ്റെ കയ്യിൽ സെറ്റിംഗ് സ്പ്രേ ഇല്ല. പുറത്തൊക്കെ പോയല്ലേ. അപ്പോൾ നമുക്ക് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷ് ഉണ്ട്. ചുമ്മാ ബ്ലഷ് ഇട്ടതുപോലും അറിയില്ല. ഇപ്പം എൻ്റെ മമ്മി ഒന്ന് വിളിക്കും. അപ്പോൾ ഞാൻ അറിയുമോ കണ്ടോ, ബ്ലഷ് ഞാൻ ഇടുന്നത് പോലും അറിയാറില്ല. അത്രയും ലൈറ്റായിട്ട് ഞാൻ ഇടാറില്ല. തൊടുത്തിരിക്കട്ടെ. പിന്നെ ഇവിടെ ഇച്ചിരി തൊടുപ്പിരിക്കട്ടെ. ഫീസിയോടെ ഉള്ളവർക്ക് അറിയാം ഈ താടി വീശിയൊക്കെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ക്ലീൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടാണെന്നറിയോ. ഇട്ടതുപോലും അറിയില്ല. ഇട്ടു എന്നാൽ ഇട്ടതറിയുന്നുണ്ടോ അതില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പോക്ക്. അടുത്തത് മെയിൻ നമ്മുടെ ടച്ച് കണ്ണ്. അങ്ങനെ നമുക്ക് ഞാനിപ്പോൾ കുറച്ചായിട്ട് കാജൽ വെച്ചിട്ട് തന്നെ കണ്ണാണ് വരയ്ക്കുന്നത്. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കും. ഒരു കണ്ണായാൽ
അടുത്തത് അതുപോലെ ആവും എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. സോറി, കണ്ടില്ലേ? അതുപോലെ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാവേ. കണ്ണ് എഴുതി കഴിഞ്ഞു, ഇച്ചിരി വരി കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, ഇനി അഡ്ജസ്റ്റ് ചെയ്യുന്നത് വേറെ വഴിയില്ല. ഇനി അടുത്തത് ലിപ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം ലിപ്പൊന്ന് സെറ്റായിട്ടിരിക്കാനായിട്ടില്ല ലിപ്പ് ബാം എടുക്കാം. ഞാൻ ലിപ്പ് ബാം ഒന്ന് എടുത്തോട്ടെ. ഞാൻ പ്ലംബിൻ്റെ ലിപ്പ് ബാമാണ്. ലിപ്പ് ബാം ഇട്ടു. ലിപ്പ് ലൈനറാണ്, മാസിൻ്റെ ലിപ്പ് ലൈനറാണ്. ഇത് ലിപ്പ് ബാം ഇട്ടുണ്ട്. ലിപ്പ് ലൈനർ അങ്ങോട്ട് അറിയില്ല, അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡല്ല. NYBയുടെ ലിപ്സ്റ്റിക് ഒരു കൊണ്ട് ഒരു കൊട്ടുണ്ട്. അടുത്തത് എൻ്റെ ഈ ഫേവറേറ്റ് ഡാസ്ലറുടെ. ഇത് പക്ഷേ കുറേ ആൾക്കാരുമുണ്ട് ലിപ്സ് ഭയങ്കര ഡാർക്ക് ആക്കുന്നൊക്കെ. ഇത് ലിപ് ബാമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിട്ടാലും അതിൻ്റെ കൂട്ടത്തിൽ ഇതിടും. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇയറിങ്സ് ഞാൻ തിരഞ്ഞിട്ട് വരും. ഓക്കെ, നമുക്ക് ഈ ഒരു ഇയറിങ് ഇടാം. ഓക്കെ, ചുമ്മാ ഷോപ്പിങ്ങിന് ഇതൊക്കെ മതി. എനിക്ക് ഗോൾഡിനേക്കാളും ഇതാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതാവും ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യും. ഗോൾഡാകുമ്പോൾ ഊരാനൊക്കെ നല്ല പണിയാണ്. ഓക്കെയാണ്. അടുത്തത് okay, set. Next, hair as usual എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒറ്റ ഹെയർ കട്ടേ ഉള്ളൂ, ഹെയർ സ്റ്റൈലേ ഉള്ളൂ. എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിളും അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നതും എനിക്കറിയുന്നതും എല്ലാം. നന്നായിട്ട് പിടിക്കുന്നു. വാച്ച് ഇങ്ങോട്ട്. ഓക്കെ, വാച്ച്. ഒരു ബ്രേസ്ലെറ്റ് ബാങ്കിൾ. ഇത് ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇടാൻ നല്ല സുഖമാണ്. ഗോൾഡ് നല്ല, പക്ഷെ കളർ ചേഞ്ച് ആണ്. ഓക്കെ, നമ്മൾ റെഡി ആയിരിക്കുന്നു. അപ്പം നമുക്ക് പോയി ഷോപ്പ് ചെയ്തിട്ട്